ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന റിലേ സത്യാഗ്രഹം 3 ആഴ്ച പിന്നിട്ടു. 22ാം ദിനം കൈത്താങ് ഭിന്നശേഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടത്തി. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന റിലേ സത്യാഗ്രഹം 3 ആഴ്ച പിന്നിട്ടു. 22ാം ദിവസം കൈത്താങ് ഭിന്നശേഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം നടന്നത്. കായംകുളത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഇരുവശങ്ങളിലുമായി വേർതിരിക്കപ്പെടുന്ന ദേശീയപാത നിർമ്മാണം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സമൂഹത്തെയാണെന്നും അതുകൊണ്ട് തന്നെ തൂണിൽ തീർത്ത ഉയരപാത എന്ന ആവശ്യം കൈത്താങ് ഭിന്നശേഷി കൂട്ടായ്മ ഗൗരവത്തോടെ ഉയർത്തുകയാണെന്നും സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത കൈത്താങ് ജനറൽ സെക്രട്ടറി നൌഫൽ താഹ പറഞ്ഞു. ഒക്കെയും ഇതിനോട് ആത്മാർത്ഥമായി സഹകരിച്ചു എന്നതിൽ വലിയ കൂട്ടായ്മ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. തീർച്ചയായും സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെടുന്ന, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും സമൂഹത്തിൻ്റെ പിന്തുണയും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു വിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുകയും ആ മേഖലയിൽ മാതൃകാപരമായ സുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറുന്നതിനോടൊപ്പം തന്നെ നാടിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക സ്പന്ദനങ്ങൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ സത്യത്തിൽ കായംകുളത്തിന് വേണ്ടിയുള്ള ഈ ഒരു സമരത്തിൽ ഇത്ര ചെറിയൊരു പന്തലോ അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു സദസ്സോ അല്ല ഇവിടെ ഉണ്ടാകേണ്ടത്. നിഹാൽ അബ്ദുൽ അസീസ് അധ്യക്ഷനായി. സുലുബിനു, നിസ, സീനത്ത്, ഷൈല ഷാജി, സുനിത, സുബൈദ, ഷംന ജലീൽ, സുമി സുധീർ, ഷഹ്ബാനത്ത്, ഷൗക്കത്ത്, മുബീന, സമരസമിതി ചെയർമാൻ ആയിരത്ത് അബ്ദുൽ ഹമീദ്, കൺവീനർ ദിനേശ് ചന്ദ്ര, അജീർ യൂനിസ്, സജീർ കുന്നുകണ്ടം, സിയാദ് വണ്ണാമുറി, അനസ് ഇല്ലിക്കുളം, സജീബ്, രാജൻ പനക്കൽ, കുഞ്ഞുമോൻ, സജീർ എന്നിവർ സംസാരിച്ചു. CD ന്യൂസ്, കായംകുളം.